ഇന്ന് രാമായണത്തിലെ സുന്ദരകാന്ഡം കഥയാണ് പറയാൻ പോകുന്നത്. ഹനുമാൻ ലങ്കയിലേക്ക് ചാടിപ്പോയി, സീതാന്വേഷണത്തിനായിട്ട് ലങ്കയിലേക്ക് ചാടിപ്പോയി. ലങ്കയിൽ സീതയെ കണ്ട് സംസാരിച്ച് രാവണൻ്റെ ഉദ്യാനമൊക്കെ തകർത്ത് അങ്ങനെ അവിടെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ലങ്കാപുരത്തെ ദഹിപ്പിച്ച് ചാടി തിരിച്ച് വന്ന് ഭഗവാനെ കാണുന്ന ആ രംഗമാണ് അത് സുന്ദരകാന്ഡം. അത് മുഴുവൻ ഹനുമാൻ്റെ കഥയാണ് പ്രധാനമായിട്ടും സുന്ദരകാന്ഡത്തിൽ വരുന്നത്. അതാണ് ഇന്ന് പറയാൻ പോണത്. ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം, ശ്രീരാമൻ്റെ അനുഗ്രഹപ്രകാരം, സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം ഹനുമാൻ മുതലായിട്ടുള്ള 1,00,000 വാനരന്മാർ എന്നാണ് പറയുക. തെക്ക് ഭാഗത്തേക്ക് അന്വേഷിക്കാൻ പോയത് 1,00,000 പേരാണ്. പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക് ഒക്കെ 10,000, 50,000, 60 അങ്ങനെയൊക്കെയാണ്. തെക്ക് ഭാഗത്താണ് സീതയെ കൊണ്ടുപോയതെന്ന് സ്വയംപ്രഭ, വിരാധൻ ഒക്കെ പറഞ്ഞിട്ട് ഭഗവാന് മനസ്സിലായിട്ടുണ്ട്. തെക്ക് ഭാഗത്തേക്കാണ് രാവണൻ സീതയെ കൊണ്ടുപോയത്. അപ്പം ആ ഭാഗത്തേക്ക് അന്വേഷിക്കാൻ കുറേ അധികം ആളുകൾ പോകണം. അത് കുറച്ച് കഴിവും ബുദ്ധിയും ദേഹബലവും ഒക്കെയുള്ള കൂട്ടർ വേണം പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഹനുമാൻ, അങ്കദൻ, സുഷേണൻ, നീലൻ, നളൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേരാണ് ആ ഭാഗത്തേക്ക്. അതിൽ ജാമ്പവാൻ, ഹനുമാനൊക്കെയാണ് പ്രധാനികൾ. അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ പോയി വഴിക്ക് അല്ലെ രാക്ഷസന്മാരും ഒക്കെ കണ്ടു. അവരൊക്കെ രാവണനാണ് പറഞ്ഞ് ചിലരൊക്കെ തല്ലിക്കൊല്ലും. അവരൊന്നും അല്ല. അങ്ങനെ പോയി കുറേ ദിവസം കൊണ്ട് നടന്നിട്ട് ഇവർ അതിൻ്റെ ഇടയിൽ ഒരു സ്വയംപ്രഭ പറഞ്ഞൊരു യോഗിനിയുടെ ഗുഹയിൽ പോയിട്ട് കുറച്ച് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പഴങ്ങളും തേനും വെള്ളവും ഒക്കെ കിട്ടും അവിടുന്ന്. അതൊക്കെ കഴിച്ച് പിന്നെയും നടന്ന് തെക്കേ സമുദ്രത്തിൻ്റെ തീരത്തെത്തും. തെക്കേ സമുദ്രത്തിൻ്റെ തീരത്തെത്തിയപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പിന്നെ പോകാൻ പറ്റില്ല. കടലായി മുമ്പിൽ, വലിയ കടലാണ്. എങ്ങനെയാണ് ഇത് കിടക്കുക എന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ വിഷമിച്ച് എല്ലാവരും കൂടി തിരിച്ചു പോയാൽ സുഗ്രീവൻ്റെ കയ്യിൽ നിന്ന് വധശിക്ഷ കിട്ടും. കാരണം സുഗ്രീവൻ പറഞ്ഞിട്ടുണ്ട്, സീതയെ കാണാണ്ട് 1 മാസം കഴിഞ്ഞ് വരുന്ന കൂട്ടർക്ക് വധശിക്ഷയാണ് വിധിക്കുക. ഞാൻ 1 മാസം കഴിഞ്ഞാലും സീതയെ കണ്ടിട്ടാണ് വരുന്നത് വെച്ചാൽ തിരക്കടില്ല, അല്ലെങ്കിൽ വധശിക്ഷ കിട്ടുമെന്ന് സുഗ്രീവൻ ആജ്ഞ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വിചാരിച്ച് എല്ലാവർക്കും പേടിയും. അങ്കദൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇല്ല. എൻ്റെ അച്ഛൻ്റെ അനിയൻ, എൻ്റെ അച്ഛനെ കൊന്നിട്ടാണ് ഇപ്പോൾ അനിയൻ രാജാവായിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ എന്തായാലും പിന്നെ സുഗ്രീവൻ ശിക്ഷിക്കും, ഞാൻ വരില്ല പറയും. അപ്പം എല്ലാവരും പറയും, അങ്ങനെയല്ല, നിന്നെ മാത്രം ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ പോവില്ല. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഈ കടൽ തീരത്ത് പ്രായോപവേശം അല്ല. ആദ്യം പറയും, നിങ്ങളെല്ലാവരും ആർക്കാർക്കാണ് ഈ സമുദ്രം ചാടാൻ പറ്റുക? 100 യോജന വഴിയാണുള്ളത്. ആ 100 യോജന വഴി ചാടാൻ പറ്റുന്നവരാരാണ് ഇവിടെ ഉള്ളത്? ആ ആള് എനിക്ക് ചാടാൻ പറ്റുമെന്ന് വന്ന് പറയുമെന്ന്. അവരാണ് നമ്മളെല്ലാവരുടെയും ജീവൻ രക്ഷിക്കുന്ന ആള് എന്നൊക്കെ പറയും അങ്കദൻ. അപ്പോൾ ഇവരോരോരുത്തരായിട്ട് പറയാൻ ആരും മിണ്ടൂല, പറയാൻ പുറപ്പെടുന്നില്ല ആരും. അപ്പം അങ്കദൻ പിന്നെയും പറയാം, എന്നാൽ ശരി, നിങ്ങൾക്ക് അങ്ങനെ പറയാനാ, എനിക്കാവാന്ന് പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, എനിക്ക് ഇത്ര യോജന ചാടാൻ പറ്റും എന്ന് പറയൂ. അങ്ങനെ പറയുമോ ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് 10, ഒരാൾ 20, 30 അങ്ങനെ പറഞ്ഞു. അപ്പോൾ 90 വരെ ചാടാം, 90 യോജന വരെ ചാടാമെന്ന് പറയുന്ന കൂട്ടരുണ്ട്. 100 ചാടാൻ ആർക്കും പറ്റുന്നില്ല. ഇത് 100 യോജനയുണ്ട് സമുദ്രം വീതി. അപ്പോൾ അങ്കദൻ പറഞ്ഞു, അങ്ങോട്ട് ഞാൻ എങ്ങനെയെങ്കിലും ചാടാൻ തോന്നുന്നുണ്ട്, ഇങ്ങോട്ട് വരാൻ എനിക്ക് പറ്റും തോന്നില്ല എന്ന്.